ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഒരു ഏഞ്ചൽ നമ്പറിനെ കുറിച്ചാണ് പങ്കുവെക്കുന്നത്. വളരെയധികം 1212 എന്ന് പറയുന്ന ആ ഒരു നമ്പർ പോലെ തന്നെ വളരെയധികം പവറുള്ള, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏഞ്ചൽ നമ്പറെ മാനിഫെസ്റ്റേഷൻ നമ്പറിന് തന്നെയാണ് വിളിക്കുന്നത്. അത്ര പവറുള്ള ഒരു നമ്പറാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇത് 3 രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കിതിൽ എളുപ്പമുള്ള ഒരു വഴി സെലക്ട് ചെയ്ത് തിരഞ്ഞെടുത്ത് ചെയ്യാവുന്നതാണ്. അങ്ങനെയല്ല ഇത് 3ഉം ചെയ്യണമെങ്കിൽ 3ഉം ചെയ്യാവുന്നതുമാണ്. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പീരിയഡ്സ്, പുലവാലായ്മ, നോൺ വെജ് കഴിച്ചു, കുളിച്ചിട്ടില്ല, അങ്ങനെയുള്ള യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇതിന് ബാധകമേ ഇല്ല. ഇതിനും നല്ല ഏഞ്ചൽ നമ്പേഴ്സിനൊന്നും അത് ബാധകമുള്ള കാര്യമല്ല. അടുത്തതായിട്ടെന്ന് പറയുന്നത് ഇത് ചെയ്യുന്ന സമയം. നമുക്ക് ബ്രഹ്മമുഹൂർത്ത സമയത്തോ, അതായത് രാവിലെ ഉണർന്ന ഉടനെയോ, അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ കിടക്കാൻ പോകുന്നതിന് മുൻപോ, ആ 2 സമയങ്ങളെന്ന് പറയുന്നത് വളരെ നല്ല സമയമാണ്. ആ സമയത്ത് തന്നെ ചെയ്യണമെന്നുള്ള നിർബന്ധങ്ങളൊന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ ഇതിനിടയ്ക്ക് ഏത് സമയത്താണോ സമയം കിട്ടുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം തന്നെ ആ ഒരു ഏഞ്ചൽ നമ്പർ അത് ഏതാണെന്ന് പറയാം. 1176 1176 ഇതാണ് ആ ഒരു ഏഞ്ചൽ നമ്പർ. നിങ്ങളിൽ ചിലപ്പോൾ മിക്കവരും ഈ ഒരു ഏഞ്ചൽ നമ്പറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. വളരെയധികം പോസിറ്റീവ് വൈബ്രേഷനുള്ള ഒന്നാണ് ഈ ഒരു ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ മാനിഫെസ്റ്റേഷൻ അതിൻ്റെ ശരിക്കുള്ളൊരു നമ്പർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ പ്രതീക്ഷയുടെ നമ്പർ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. നമ്മുടെ സ്വപ്നങ്ങളെ, അത് എന്ത് തന്നെ ആയാലും അതിനെ നമ്മിലേക്ക് എത്തിച്ചു കൊണ്ടുതരാൻ കഴിവുള്ള 1176 എന്നുള്ള ഏഞ്ചൽ നമ്പർ. പുതിയതായി എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് മുൻപിൽ ഈ ഒരു 1176 എന്നുള്ള നമ്പർ വന്നാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തുടങ്ങാം. കാരണം പ്രപഞ്ചം നിങ്ങൾക്ക് തരുന്നൊരു സൈനാണ് നിങ്ങൾ ഈ തുടങ്ങുന്നത് സക്സസ് ആകുമെന്നും. നിങ്ങൾക്ക് 1176 ആ ഓരോ ഏഞ്ചൽ നമ്പറെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഓരോ ഏഞ്ചൽസ് ഉണ്ട്. ആ മാലാഖമാരുടെ കാവൽ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതുമാണ്. നമ്മൾ എടുക്കുന്ന തീരുമാനത്തെ തെറ്റായ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് പ്രോസ്പെരിറ്റിയെയും അബണ്ടൻസിനെയും ധനത്തെയും സമൃദ്ധിയെയും ഒക്കെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാനും ഒക്കെ ഈ ഒരു ഏഞ്ചൽ നമ്പർ നമ്മളെ സഹായിക്കും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു 3 രീതിയിലാണ് ഈ ഒരു ഏഞ്ചൽ നമ്പർ പ്രയോജനപ്പെടുത്തുന്നതെന്ന്. ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ ഇടതുവശത്ത് എവിടെയായിട്ടെങ്കിലും ഈ ഒരു 1176 എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ടൊരു 21 ഡേയ്സ് ബ്ലൂ കളറിലെ പേന കൊണ്ട് എഴുതുക എന്നുള്ളതാണ്. എഴുതുമ്പോൾ നമ്മൾ ആകെ ചെയ്യേണ്ടത് നമ്മുടെ ആഗ്രഹം സാധിച്ചു തരണമെന്ന് പ്രപഞ്ചത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എഴുതാം. അത് നിങ്ങൾക്ക് വലത്തെ കൈയിലെ ഉള്ളം കൈയിൽ എഴുതാം, അതല്ലെങ്കിൽ പെരുവിരലിലോ മോതിരവിരലിലോ ചൂണ്ടുവിരലിലോ കുഞ്ഞു വിരലിലോ എവിടെ വേണമെങ്കിലും എഴുതാം. നമ്മുടെ വാച്ച് കെട്ടുന്ന ഭാഗത്ത് എഴുതാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ് എവിടെ എഴുതണം എന്നുള്ളത്. അത് എഴുതി ഉടനെ മാഞ്ഞു പോയി എന്നും പറഞ്ഞ് കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു 108 തവണ ഈ ഒരു നമ്പർ പറയുക എന്നുള്ളതാണ്. 1176 എന്ന് പറയരുത്, 1176 1176. ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ ഓരോ നമ്പേഴ്സായിട്ട് എടുത്തെടുത്ത് നമ്മൾ പറയണം. 108 പ്രാവശ്യം 1176 1176 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്. അത് നിങ്ങൾക്ക് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ, ഈവൻ തുണി വാഷ് ചെയ്യുമ്പോഴോ, തുണി വിരിച്ചിടുമ്പോഴോ, വീട് വൃത്തിയാക്കുമ്പോഴോ, ഇനി ഉറങ്ങാൻ കിടക്കുന്ന സമയത്തോ, ഏതൊരു സമയത്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് പറയാം. പക്ഷേ ഇത് പറയുമ്പോൾ മറ്റ് ചിന്തകളൊന്നും നമ്മുടെ മനസ്സിൽ വരാതെ നമ്മൾ എന്തിനാണോ ഫോക്കസ് ചെയ്യുന്നത്, നമ്മുടെ എയിം എന്തുവാണോ അതിനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വേണം നമ്മളിത് പറയാൻ വേണ്ടി. ഇനി മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് എപ്പോഴത്തെയും പോലെ റൈറ്റിംഗ് ടെക്നിക്കാണ്. പക്ഷേ ഇത് ഒരേ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ എഴുതിയാൽ മതി. ഇത് എഴുതുമ്പം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നമ്മളും യൂണിവേഴ്സും അല്ലാതെ ഇതിനിടയ്ക്ക് മറ്റാരും കണക്ഷൻ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഈവൻ നമ്മുടെ മക്കളോ ഹസ്ബൻഡോ ആരും തന്നെ നമ്മളിത് എഴുതുന്നത് കാണാനായിട്ട് പാടില്ല. ഇത് വളരെ രഹസ്യമായിട്ട് മാത്രമേ നമ്മൾ എഴുതാവുള്ളൂ.
കാരണം ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ യൂണിവേഴ്സിന് കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. ഇതിനു മുൻപ് പല ഏഞ്ചൽ നമ്പേഴ്സും ഉണ്ടെങ്കിൽ പോലും ഞാൻ ആകെ പറയുന്നത് വിശ്വാസവും നമുക്ക് സമാധാനപൂർണ്ണമായൊരു അന്തരീക്ഷം. ഇവിടെ വേണ്ടത് വിശ്വാസം വേണം, സമാധാനപൂർണ്ണമായ അന്തരീക്ഷം വേണം. ഒപ്പം തന്നെ ഒരാൾ പോലും കാണരുത്. നീ എന്താണ് എഴുതുന്നതെന്ന് ഒരാൾ പോലും നമ്മളോട് ചോദിക്കാൻ പാടില്ല. അങ്ങനെ ചോദിച്ചാൽ നമ്മുടെ ആ ഒരു ആഗ്രഹത്തിന് അവിടെ ഒരു തടസ്സമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു വൈറ്റ് കളറിൽ ലൈൻസ് ഒന്നുമില്ലാത്തൊരു പേപ്പർ എടുക്കണം. A4 ഷീറ്റ് പേപ്പർ ആവാം, മക്കളുടെ ബുക്കിൻ്റെ പേപ്പർ ആവാം, എന്തുമായിക്കൊള്ളട്ടെ. നിങ്ങൾക്ക് സ്വസ്ഥമായി ആരും കാണില്ല എന്ന് ഉറപ്പുള്ളൊരു സമയം സെലക്ട് ചെയ്തിട്ട് ആ ഒരു സമയത്ത് നിങ്ങൾക്കിത് എടുക്കാം. ഇതിനായിട്ട് അട്രാക്റ്റീവ്, അതായത് അട്രാക്ഷനുള്ള കളേഴ്സ്, ഗ്ലിറ്ററിങ് പേനയൊക്കെ ഉണ്ടല്ലോ നല്ല തിളങ്ങുന്ന, അങ്ങനത്തേതുണ്ടെങ്കിൽ അതെടുക്കാം. അല്ലെങ്കിൽ റെഡ് കളറിലെയോ ഗ്രീൻ കളറിലെയോ ഇങ്ക് എടുക്കാം. ബ്ലൂ ഇവിടെ ഉപയോഗിക്കേണ്ട. കാരണം ഒരു അട്രാക്ഷൻ, നമുക്കൊരു കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന ഒരു കളറ്. അപ്പോൾ ഈ ഗ്ലിറ്ററിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഗോൾഡൻ കളറ് ഗ്ലിറ്ററിങ് പെന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു വൈബ്രൻറ്റ് നമ്മുടെ കണ്ണിലും അതുവഴി നമ്മുടെ മനസ്സിലും അത് തലച്ചോറിലും ഒക്കെ എത്തുന്നത് വഴി നമ്മുടെ ഉള്ളിൽ ആ ആഗ്രഹം അങ്ങനെ കിടക്കും. അത് പെട്ടെന്ന് പ്രപഞ്ചം നമ്മളിലോട്ട് കൊണ്ടെത്തിച്ചു തരും. അതുകൊണ്ടാണ് വൈബ്രൻ്റ് ആയിട്ടുള്ള കളർ എടുക്കാൻ പറഞ്ഞത്. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ പേപ്പറിൽ റൗണ്ടായിട്ടൊരു സർക്കിൾ ഇടുക. ദാറ്റ് മീൻസ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന വളയുണ്ടല്ലോ, ആ വളയുടെ അത്രയും ചെറിയൊരു വട്ടം മതിയാവും. അത് നമ്മൾ കൈകൊണ്ട് തന്നെ ഇടണം, വളയൊന്നും എടുത്തിടരുത്. നമ്മുടെ കൈകൊണ്ട് തന്നെ നമ്മൾ വട്ടത്തിൽ ഒരു വൃത്തം വരയ്ക്കുക. അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഈ ഒരു 1176 എന്നുള്ള നമ്പർ എഴുതണം. അതിനുശേഷം നമ്മുടെ ആഗ്രഹം കിട്ടി എന്നുള്ള രീതിയിൽ വേണം എഴുതാൻ. അതായത് ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ ഈ ആഗ്രഹം എനിക്ക് സാധിച്ചു കിട്ടി, എനിക്ക് 1,00,000 രൂപ കിട്ടി, എനിക്ക് നല്ലൊരു ജോലി കിട്ടി, എൻ്റെ മകളുടെ കല്യാണം നടന്നു, ഞാൻ ആഗ്രഹിച്ച സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി, എനിക്ക് ഇന്ന സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി കിട്ടി, അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്ത് വീട് വാങ്ങിച്ചു, ഇന്ന കളറിലെ കാർ ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ചു. അതായത് നമുക്കത് വാങ്ങിയെടുത്തു, നേടി എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതണം. അതിനുശേഷം അതിൻ്റെ താഴെ ഇംഗ്ലീഷിലോ മലയാളത്തിലോ താങ്ക് യു യൂണിവേഴ്സ് അല്ലെങ്കിൽ നന്ദി പ്രപഞ്ചമേ എന്ന് 3 പ്രാവശ്യം എഴുതണം. ആദ്യം 1176, അതിനുശേഷം ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടിയ രീതിയിൽ നമ്മുടെ വിഷ്, അതിന് താഴെ താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. ഇത് 3 പ്രാവശ്യം എഴുതിയിട്ട് അത് മടക്കണം. അത് എത്ര രീതിയിൽ വേണമെങ്കിലും നിങ്ങൾ മടക്കിക്കോളൂ. മടക്കിയിട്ട് അത് കയ്യിൽ വെച്ച് ഇപ്പോഴത്തെയും പോലെ വിഷ്വലൈസേഷൻ ചെയ്യുക. അതിനുശേഷം ആരും കാണാതെ തന്നെ നമ്മൾ ആ പേപ്പർ കത്തിക്കണം. കത്തിച്ച് നല്ല ചാരമാക്കിയതിന് ശേഷം ആ ചാരം നമ്മുടെ 2 കൈകളിലും എടുത്ത് പ്രപഞ്ചത്തെ നോക്കി, അതായത് ആകാശത്തെ നോക്കി, അത് രാത്രിയോ പകലോ ആയിക്കൊള്ളട്ടെ, ആകാശത്തെ നോക്കി ആകാശത്തിലേക്ക് നമ്മളിത് ഊതി വിടണം. ഒറ്റ ഊതാവുള്ളൂ. 1, 2, 3 പ്രാവശ്യം ഒന്നും ഊതരുത്. 2 കയ്യിൽ എടുക്കുക, നല്ല ശക്തിയായിട്ട് ഒരൊറ്റ പ്രാവശ്യം ഊതുക. ഊതിയതിന് ശേഷം നമ്മൾ വീണ്ടും പ്രപഞ്ചത്തിനോട് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തന്നതിന് നന്ദി പ്രപഞ്ചമേ എന്ന് പറയുക. അത് ലൗഡായിട്ട് തന്നെ പറയണം, ഒരുപാടല്ല. ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്നത് പോലെ തന്നെ പ്രപഞ്ചത്തിനോട് പറയണം. അതവിടെ കഴിഞ്ഞു. അതിനുശേഷം 21 ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ നിങ്ങൾ കയ്യിൽ എഴുതുകയാണെങ്കിലും അതല്ല ചൊല്ലുകയാണെങ്കിലും 21 ദിവസമാണ്. ഈ ഊതിപ്പറപ്പിക്കുന്നതാണെങ്കിലും നിങ്ങൾ 21 ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇത് 3 നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അതായത് ആദ്യം കയ്യിൽ എഴുതാം, കയ്യിൽ എഴുതിയതിന് ശേഷം പേപ്പറിൽ എഴുതിയിട്ട് ഞാൻ പറഞ്ഞല്ലോ വിഷ്വലൈസേഷൻ ചെയ്യാൻ. ആ സമയം വേണമെങ്കിൽ 108 തവണ ഈ ഒരു 1176 എന്നുള്ളത് പറയാം. അതിന് ശേഷം ആ പേപ്പർ നിങ്ങൾക്ക് കത്തിച്ച് കളയാം. അതായത് 3 കാര്യവും ഒന്നിച്ചൊരു സമയത്ത് തന്നെ ചെയ്യാം. കാരണം ഇത് ഒരേ ഒരു ഏഞ്ചൽ നമ്പർ അല്ലേ, ഒറ്റ ഏഞ്ചൽ നമ്പർ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ 3 സമയത്ത്, രാവിലെ ഒരെണ്ണം എഴുതുന്നത്, കയ്യിൽ എഴുതുന്നത് രാവിലെ, ഉച്ചയ്ക്ക് നിങ്ങൾക്കിത് 108 തവണ കൗണ്ട് ചെയ്യാം, രാത്രി നിങ്ങൾക്കിത് എഴുതി പ്രപഞ്ചത്തിന് സമർപ്പിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ പർട്ടിക്കുലറായിട്ട് നിങ്ങൾ 21 ഡേയ്സ് വെയിറ്റ് ചെയ്യണം. ഇത് സാധിച്ചു കിട്ടാൻ 21 ദിവസമൊന്നും നമുക്ക് വേണ്ട. പക്ഷേ ഞാൻ ഈ 21 ഡേയ്സ് എന്ന് പറയുന്നത്, നമ്മളിതൊരു 21 ഡേയ്സ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും 11, 21, 41, 54 അങ്ങനെ ഒരു സമയം, ടൈം ഓഫ് പീരീഡ് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ചെയ്ത് പിറ്റേ ദിവസം കിട്ടിയില്ലല്ലോ, 8 ദിവസമായി കിട്ടിയില്ലല്ലോ, 10 ദിവസമായി കിട്ടിയില്ലല്ലോ എന്നല്ല, നമ്മൾ ആ ഒരു ടൈം ഓഫ് പീരീഡ് കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് പേഷ്യൻസ് വേണം.
അത് പ്രപഞ്ചവും നമുക്ക് നോക്കും, നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മളിലോട്ട് ആ ഒരു ആഗ്രഹത്തെ എത്തിച്ചു തരുള്ളൂ. കുഞ്ഞു കുട്ടികൾക്ക് നമ്മളൊരു കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ പോലും അവരുടെ ആ ഒരു പ്രായം, അവരത് സൂക്ഷിക്കാൻ പ്രാപ്തനാണോ എന്നൊക്കെ നോക്കിയിട്ടല്ലേ നമ്മളത് കൊടുക്കുകയുള്ളൂ. അതേപോലെയാണ് പ്രപഞ്ചവും. നമ്മൾക്ക് എത്രമാത്രം ക്ഷമയുണ്ട്, ഈ ഒരു ആഗ്രഹത്തിന് വേണ്ടി എത്രമാത്രം കാത്തിരിക്കാൻ ഈ പറയുന്ന വ്യക്തി തയ്യാറാണ് എന്നുള്ളത് പ്രപഞ്ചവും നിരീക്ഷിക്കും. എന്നിട്ടാണ് ആ ആഗ്രഹം നമ്മളിലോട്ട് എത്തിച്ചു തരുള്ളൂ. അതുകൊണ്ട് 21 ദിവസം നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കൂ. 22ാമത്തെ ദിവസം നിങ്ങൾക്ക് സക്സസ് സ്റ്റോറി ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും, ഈ വീഡിയോ കാണുന്ന ആർക്കും ഇത് ചെയ്യാവുന്നതാണ്. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.